പോവാം നമുക്ക്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ശരിയാ. ഡ്രോവൽ എ സിക്കകത്ത് കയറിയിരിക്കും. ഭയങ്കര ചൂടാ. പോട്ടെ ഇനി വരത്തില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ടൽ ആര്യാസിൽ നിർത്തി പറഞ്ഞു. കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു വാഷ്റൂം, വലിയ ആൾക്കാർക്ക് വലുത്. കസേര ഇരിക്കല്ലാരും കയറിയിരിക്കുക. കസേര കയറി. ഞങ്ങൾ അവിടെ നിന്ന് മാറി എ സിയുടെ അകത്തോട്ട് കയറി എന്തുവേണ്ട പൂരി വേണം. എന്തുവാണ് പൂരി എടുത്താൽ മതി. 3 സെറ്റ് പൂരി, 2 സെറ്റ് പൂരി. എ സി തണുപ്പുണ്ടോ ജസ്റ്റ്. ഞങ്ങൾ നേരത്തെ അപ്പുറത്തിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി എ സിയിലോട്ട് അവർ മാറ്റി. ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. ജസ്ലിൻ പറഞ്ഞ പൊറോട്ട വേണമെന്ന്. ഇവിടെ പൊറോട്ട ഇല്ലാത്തതുകൊണ്ട് പൂരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചൂട് പോകുന്നു. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പൂരിയായിരുന്നു. പിന്നെ ഞാനൊന്നും കൂടെ ഒരു വാങ്ങിച്ചില്ല. ഇനി നമുക്ക് യാത്ര തുടരാം. ആദ്യം അങ്ങോട്ട് ആൻറ്റിയുടെ വീട്ടിലോട്ട്. ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് വന്നു. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് എത്ര മണി ഇറങ്ങണ്ടേ? ഇറങ്ങി അമ്മച്ചിനെ കണ്ടിട്ട് ഇതാണ് പെണ്ണും ചെറുക്കനും. ഇതാണ് പള്ളി, സെന്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹം എന്ന പുരാശയിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള സമയം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന പുരാശയിലൂടെ ത്രേസ്യയുടെ ഭാര്യയെ സ്വീകരിച്ചുള്ള വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. As they join us on stage. രണ്ടുപേരും സെന്ററിലുള്ള ക്യാൻഡിൽ കത്തിക്കേണ്ടതാണ്. എല്ലാവരും കൈയ്യടി കൊടുത്തേ.